ഇന്ന് ഞാനും റാണിയും കൂടിയും ഇവിടെ ഹസ്കിൻസിൽ വന്നിരിക്കുവാണ്. ഇന്ന് ടീനയില്ല കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ചെടി കണ്ടു. ഇതാണ് ചെടി. എടുത്ത് കാണിക്കാം, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. റാണി ഇത് കണ്ടപ്പോൾ റാണിക്ക് എന്തെങ്കിലും പൂവിനോട് സാദൃശ്യം തോന്നിയ റാണി? കളറും ഷേപ്പും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ശംഖുപുഷ്പം പോലെ തോന്നി. അതല്ലേ? പക്ഷേ അതല്ല. ഇതിന്റെ പേര് ഒന്ന് സൂം ചെയ്ത് കാണിക്കും. ഇതിന്റെ പേര് കാണിക്കാം. ഇതാണ് ഇതിന്റെ പേര്. ഇതിന്റെ പൂവ് ഇത് എന്തൊക്കെ ഇതളുകളാ. ഒരു നീല ഇവിടെ, അതിന്റെ ഉള്ളിലൊരു വെള്ള. ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണം. ഒത്തിരി ഭംഗിയല്ലേ റാണി? ഇതിന് വേറെ കളേഴ്സ് ഉണ്ടോ നോക്കാം നമുക്കല്ലേ? ഇഷ്ടമായോ നിങ്ങൾക്ക്? ശംഖുപുഷ്പം പോലെ തോന്നണോ? ഇവിടെ ഇതുവരെയായിട്ട് ഞങ്ങൾ ശംഖുപുഷ്പം കണ്ടിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ സെയിം ഫ്ലവറിൻ്റെ വേറൊരു കളറ്. എന്ത് തുറ്റി കളറാണോ ഇത് നോക്കിയേ. എൻ്റെ റാണിക്ക് ഏതാ ഇഷ്ടമായത്? പറയാൻ പറ്റില്ല, രണ്ടും മനോഹരം. എന്ത് രസം മക്കളെ ഇത് കാണാൻ. വെറൈറ്റി കളർ. അതെ, രണ്ടും വെറൈറ്റി കളർ അല്ലേ? രണ്ടെണ്ണം ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ കണ്ടുള്ളൂ ഇതുവരെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിനും ഇതുപോലെ തന്നെ ഒരു പിങ്കിഷും ഉള്ളിലൊരു ക്രീം കളറും അതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം. 3 തട്ടായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണം. സൂപ്പർ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് പൂവല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നോക്കിയേ. ഇതിങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു സൈസ് ഇല പോലെ തോന്നുന്നത്. ഇത് വെറൈറ്റി ആണല്ലേ ഇത് കണ്ടോ? ഇത് 1 തട്ട് 2 തട്ട് 3 തട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്ന് കാണിച്ചു റാണി, ഒന്ന് സൂം ചെയ്ത്. അതാണ് അതിൻ്റെ പേര്. ഇതിന് മുൻപ് പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും പേര് നമുക്ക് ഇന്നാ പിടുത്തം കിട്ടിയ കേട്ടോ. ഒരു വെറൈറ്റി അല്ലേ റാണി? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പൊട്ട് കുത്തിയ പോലെ. അതെ. ഒരു പൊട്ടും 2 കമ്മലും. ഇപ്പുറത്ത് 2 കമ്മലും ഒരു പൊട്ടും. ഒരു ബ്യൂട്ടിഫുൾ. കുറേ ഇങ്ങനെ പഴങ്ങളുടെ നടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. പക്ഷെ പഴമൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ബ്ലോസംസ് ആണിത് മൊത്തം. ഇവിടെ ഒരു ആപ്പിൾ ഉണ്ട്. ഇത് ഏതിൻ്റെയാന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇത് ക്രാബ് ആപ്പിളിൻ്റെ ആണ്. നോക്കിയേ, ഇത് വിടർന്ന് നിൽക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ആപ്പിൾ ഉണ്ടാവും. ഇതിൻ്റെ മൊട്ട് അങ്ങേ അറ്റത്തുണ്ട്. റാണിക്ക് സൂം ചെയ്താൽ കിട്ടുമായിരിക്കും. അങ്ങനെ ഇത് നിറയെ ഒരു സൈസ് ഫ്രൂട്ട്സിൻ്റെ ട്രീസാണിത് മൊത്തം. പിന്നെ മുട്ടുകൾക്ക് എന്തൊരു ഭംഗിയല്ലേ റാണി? അതിൻ്റെ കളറ് നോക്കിയേ. അയ്യോ, ഇതിൻ്റെ കളറ് കണ്ടിട്ട് ഇത് നോക്കിയേ. സൂപ്പർ. ഇവര് ഒനിയൻ പിങ്ക് പോലെ. നോക്കിയേ. അടിപൊളി. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ ഇതുവരെയായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു വലിയ വീഡിയോ നമ്മൾ ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നു, വേറൊരു സ്ഥലത്ത് പോയിട്ട്. ഇതിൻ്റെ പേര് ഒന്ന് കാണിച്ചു തരാണി ഒന്ന്. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? റോഡോഡെൻഡ്രോൺ. പേര് ഇച്ചിരി കടിച്ചാൽ പൊട്ടാത്തതാ. പക്ഷെ പൂവിൻ്റെ ഭംഗി. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പൂവായിട്ട് ഇതിന് സാദൃശ്യം ഉണ്ടോ റാണി? ഏതോ പൂവായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ പേര് കിട്ടുന്നില്ല. ഇതിൻ്റെ ഇല്ലാത്ത കളേഴ്സ് ഇല്ല ഇവിടെ. ഇതൊരു ബേബി പിങ്ക് അല്ലേ? ബേബി പിങ്ക്. അതൊരു കടും ഓറഞ്ച്. പിന്നെ ചുമപ്പുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള വെള്ളയുണ്ട്. ഇതെനിക്കൊന്ന് സെയിം ചുമപ്പ് തന്നെയാണ് അല്ലേ? സെയിം ചുമപ്പ്. ഇതെല്ലാം ആ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ എനിക്കൊന്നും അത് തന്നെ വിരിഞ്ഞു നിൽക്കുന്നതാണ് അല്ലേ? ഇത് നമ്മുടെ സ്നേഹത്തിന്റെ പ്രതീകം, വൈറ്റ്. എന്ത് രസമല്ലേ? ഇത് ഇച്ചിരി കൂടെ പിന്നെ പറയുന്ന കുറ്റി പോലെ ഉണ്ടാകുന്ന ഡ്വാർഫ് റോഡോഡെൻഡ്രോൺ. അതിന്റെ തന്നെ വേറെ വെറൈറ്റി ആയിരിക്കും അല്ലേ? മുട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതിന്റെ മുട്ടുകൾ ഇങ്ങനെയാണ് എൻ്റെ മുട്ട് വരുന്നത്. ഇത് ശരിക്കും പുറത്ത് വിടർന്ന് വരുന്നേ ഉള്ളൂ. ഇതിവിടെ ഇത് നഴ്സറി ആയതുകൊണ്ട് ഇതിങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നതാ. അതിൻ്റെ കട്ടായിട്ട് നിൽക്കണേ. ബേബി പിങ്കും മുട്ടും ഇലയും എല്ലാം കൂടി ഒരു മഴവിൽ പോലെ മനോഹരമായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതൊരു കട്ട പൂവല്ലേ? ലൈറ്റ് യെല്ലോ ആണ്, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ വേറൊരു കളർ. ഒരു ലൈറ്റ് യെല്ലോ. നമ്മുടെ കല്യാണത്തിന്റെ സാരിയുടെ ഒക്കെ ഒരു ആ സെയിം കളർ. ഇത് വേറൊരു ടൈപ്പാണോ അല്ലേ റാണി? ഇത് വേറെ എന്തോ. അത് തന്നെ പക്ഷേ ഡ്വാർഫ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കുറ്റിച്ചെടി പോലെ വിചാരിക്കുന്നു. വെറൈറ്റി വേറെ അല്ലേ? ഇതും അത് തന്നെ. എന്തായാലും നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ മാത്രം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ.
വേറൊരു വെറൈറ്റിയിലേക്ക് നിങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ. എല്ലാവരും വായോ വായോ വായോ. ഇത് നോക്കിയേ, ഇത് ഇലയാണോ പൂവാണോ കായാണോ എന്നറിയില്ല. ഇതിങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അല്ലേ റാണി, ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടന്നിട്ട് ഇതൊരു ഭംഗിയാണോ? ബെഡ് ലാമ്പൊക്കെ കമത്തിയിട്ട്. അതെ അതെ, ഒരു ലാമ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ തോരണം പോലെ ഇങ്ങനെ കിടക്കണത് ഒന്ന് ഉപമിക്കാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം നമുക്കെടുത്ത് മാല കോർത്തിട്ട് കഴുത്തിലിട്ടാലോ. ഓ, ഇതിങ്ങനെ നിറയുണ്ട്. ഈ ഒരു കളർ മാത്രമേ കാണുന്നുള്ളൂ. ഇതിന്റെ പേര് എടുത്താൽ കിട്ടിയോ റാണി? സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഇതിന്റെ പേര്, നിങ്ങൾ വായിച്ചെടുത്തോളൂ. ഇത് ഇതിന്റെ ഇലയായിരിക്കും അല്ലേ? അതെ, ഇതിന്റെ ഇല വരുന്നുണ്ട് ഇവിടെ, നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മുട്ടായിരിക്കും റാണി. ഇത് മുട്ടെന്ന് കാണിച്ചേ. എത്ര വെറൈറ്റീസ് അല്ലേ നമ്മുടെ ഈ ലോകത്തിൽ. ഓരോ കൺട്രിയിലും എത്ര വെറൈറ്റീസ് പൂക്കളും കായ്കളും ഒക്കെ അല്ലേ, ഓരോ പ്രകൃതിയുടെ വികൃതികൾ. അതുകൂടാണ്ട് ഈ ഒരു മരം, ഇത് ഏസർ അല്ലേ ഇതിന് പറയുന്നത്? ഏസർ. അത് നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു മരം നിറയെ പൂക്കളും ഇല്ല, വേറെ ഒന്നുമില്ല, ഈ ഒരു കളറ്. കാറ്റത്ത് ക്ലിയർ അല്ലേ ഇതിനിപ്പം, നല്ല കാറ്റ് വീശുന്നു. ഇതിങ്ങനെ ഈ ഒരു ഇലയുടെ കളറാണ് എടുത്ത് പറയേണ്ടത്. എനിക്കത് കുറച്ചുകൂടി ഡാർക്ക് ആവുന്നുണ്ടല്ലേ, ചില മരങ്ങൾ ഡാർക്കായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇന്ന് ഇവിടെ ഞങ്ങളൊരു പർദീസ മണിയും ഞങ്ങൾ ഇന്നിവിടെ. ടീന ഇല്ലാത്തൊരു കുറവുണ്ടല്ലേ റാണി? തീർച്ചയായിട്ടും. ടീന ഉണ്ടെങ്കിൽ കുറെ തരത്തിലൊക്കെ അവൾ എടുത്തേനെ. ഞങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് റാണി എടുക്കുന്നുണ്ട് എന്തായാലും. അങ്ങോട്ട് പോവാം നമുക്ക്. അതെ, ഇപ്പൊ തന്നെ കണ്ണുകളിങ്ങനെ നമ്മുടെ ട്രോളിയൊക്കെ എവിടെ ഇട്ടു. വാവ്, പൂക്കൾ ഇതിന്റെ വിരിഞ്ഞിട്ടില്ല, പക്ഷെ വരുമ്പോ തന്നെയാണ്. വരുമ്പോ കളർ ഇതായിരിക്കും, ഈ വയലറ്റ് കളർ ആയിരിക്കും അല്ലേ? ഇതിന്റെ ഇലയ്ക്ക് ഒരു വെറൈറ്റി ഉണ്ട്. ഈ ഇല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് അല്ലേ, നമ്മുടെ ഇലച്ചെടി മാത്രമായിട്ട്. പക്ഷെ എന്റെ മുട്ടുകൾ നോക്കിയേ, ഇത് വരുമ്പം വയലറ്റ് കളറിൽ വരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓ, ഇതെന്താ ഈ കാണുന്നത്? ഫേവറേറ്റ് കളറും കൂടി. ഓ, യെല്ലോ അല്ലേ? ഇതൊന്നും ഡാർക്കും അല്ല, ഇളം യെല്ലോയും അല്ല, അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു സൈസ് ഒരു പാട്ടൊക്കെ. തേൻ കുടിക്കുന്ന വണ്ടിനെടുക്കൂ, വണ്ടിനും ഒരു സന്തോഷാവട്ടെ. വണ്ടേ. ഓ, നോക്കിയേ. ഓ റാണി, വണ്ടേ വാർമുകിൽ വണ്ടേ. ഓ, അതിന്റെ മുട്ടുകൾ നോക്കിയേ, അതിന്റെ മുട്ട് നോക്കിയേ. മുട്ടാകുമ്പോ ഒരു പിങ്കിഷ്, പക്ഷെ വിടർന്നു വരുമ്പം വെള്ളയും. ഓ, ഇതും കൂടിയും ശരിക്കും നമ്മുടെ മൺവാട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു പൂച്ചെണ്ട് പോലെ തോന്നണം. അത്രയ്ക്ക് മനോഹരം, സുന്ദരം, മനോഹരം. റാണി, ആ വീഡിയോ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ മോളെ. നോക്കിയേ, ഇതാണ് അസീലിയ ഗ്രൂപ്പാണ്. അത് ഗ്രൂപ്പ് മാറി. നമ്മളിത് നമ്മുടെ വീഡിയോയിലേക്ക് വന്നിട്ടില്ലല്ലോ അല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു വലിയ എന്താ പറയുക, എല്ലാവരും പറഞ്ഞല്ലോ വ്ളോഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. ഇത് അസീലിയ. കാത്തിരിക്കുക. അതെ. ഇതിൻ്റെ ഒരെണ്ണെടുത്ത് കാണിക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ മുട്ടുകൾ വിടർന്നിട്ടില്ല, വിടരാൻ വെമ്പുന്ന മുട്ടുകൾ. അസീലിയ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാട്ടിൽ ഇതുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഈ ചെടികളൊക്കെ ഇടുമ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജസ് വിട്ടു, നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടത്. ഇത് നോക്കിയത് ഇതിന്റെ റെഡും ആ ഗ്രീനും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ സൂപ്പർ അല്ലേ? ഓ, ഇതൊക്കെ എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ റാണി ഈ വീഡിയോ നോക്കുന്ന ഓഫ് ചെയ്യാൻ പറ്റും തോന്നില്ല. ഇത് നീങ്ങിയാലോ? ഇത് നോക്കിയേ, അതിൻ്റെ കട്ടും ചുമപ്പല്ലേ, നമ്മളെ കട്ട റോസൊക്കെ പോലെ. ഓ, അസീലി തന്നെയാണത്. ഇവിടെ അസീലിയ എന്ന് എഴുതിയിരിക്കുന്നത്. ഓ, ഇത് വിടർന്ന അസീലിയ. എവിടെ? റാണി. വാവ്, അസീലിയ റാണി, എവർഗ്രീൻ റാണി. അടിപൊളി, സൂപ്പർ. ഇത് റോഡോഡെൻഡ്രോണ്ട് നമ്മളാ പറഞ്ഞത്, പക്ഷെ അതിന്റെ ആ യെല്ലോ കൂടുതലാണ് ഇലയില്. ശരിക്കും ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ ആ ഒരു ഇലയാണല്ലേ. ഇനി റാണി അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പോകുന്ന പൂരം, എൻ്റെ ദൈവമേ. ഇത് നോക്കിയ മക്കളെ, ഇതിന്റെ കളറും ഇത് വേറെയാണ്. വെറൈറ്റിയാണല്ലേ? ഇത് അസീലിയക്ക് വരും ഗ്രസീലിയ എന്ന് എഴുതിയിരുന്നത്. മക്കളെ, ഇതിന്റെ പേര് വേറെയാണേ. ഇതൊന്ന് പക്ഷെ കണ്ടിട്ട് റൊണോഡൺ പോലെ തന്നെ ഉണ്ടല്ലേ, പക്ഷെ അതിന്റെ താഴെ വേറെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഇത് രസം കാണാനായിട്ട്. ഇത് നോക്കിയേച്ചി, ഇത് നോക്കി റാണി, എൻ്റെ ദൈവമേ. ഒരു ചെടിയാലുള്ളതാണ് കേട്ടോ ഇത്രയും. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ മക്കളെ? ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതൊക്കെ എന്തിനോട് ഉപമിക്കാന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഓ, ചേച്ചിയെ കാണാൻ പറ്റാത്ത വിധത്തിലാണ് പൂക്കൾ. ഇത് നോക്കിയേ,
നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീനയുടെ ബർത്ത്ഡേയും കൂടി അല്ലേ വരുന്നത് വരും ദിവസങ്ങളിൽ. തീർച്ചയായും. ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടിയാണ്. അപ്പം ടീനയ്ക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടിയിട്ട് എന്താ നമ്മൾ മേടിക്കാൻ പോണേ? ചെടികളും പൂക്കളും വാങ്ങിക്കാൻ പോണത്. അതിനാണ് ശരിക്കും പറഞ്ഞത് ഇറങ്ങിയിരിക്കുന്നത്. ടീനയ്ക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, പക്ഷെ ഞങ്ങളിത് കൊണ്ടുപോയി അവിടെ കൊടുക്കും. ആ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ ഗ്രൂപ്പിലിടുന്നതായിരിക്കും കേട്ടോ. റാണി, ഇന്ന് റാണിക്ക് ഒരു ചെടി കിട്ടിയപ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിന് നോക്കിയേ, അതിൻ്റെ പേര് ഞങ്ങളുടെ റാണിയുടെ തന്നെ പേര്, എവർഗ്രീൻ അസീലിയ റാണി. ഇതുവരെയായിട്ടും അങ്ങനെ കണ്ടിട്ട് പോലുമില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമായത് കാരണം ഇന്ന് റാണിയും ഞാനും ഒക്കെ രണ്ടുപേരും സെയിം കളർ ചുരിദാറായിട്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. റാണി ഒന്നങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ മറ്റേ ചെടീനെ കാണിച്ചു കൊടുക്കാം നമുക്ക്. ഓഹ് എൻ്റെ റാണി, ഇത് പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഇതുപോലത്തെ ഇത്രയും ഡാർക്ക് ഇതല്ലായിരുന്നു മന്ത്രകോടിയുടെ അല്ലേ? അപ്പൊ ഇപ്പൊ കണ്ടതൊന്നും അല്ല അല്ലേ മനോഹരം, ഇനി കാണാനുള്ളതാണ് മനോഹരം. ഓ ഇത് നോക്കിയേ, ഇത് എടുത്തിട്ട് അടുത്ത വശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ. ആണോ? ഇനി നിങ്ങൾ ഇതിനെ വർണ്ണിച്ചോളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഏതാ റാണി? ഓ ഡബിൾ ഷെയ്ഡ്. അത് ശരിയാ. അയ്യോ, അതിന്റെ ഇത് നോക്കി റാണി, ഇതുണ്ടോ? വേറെ ടൈപ്പ് അല്ലേ? എത്ര ടൈപ്പ് അല്ലേ ഇവിടെ. അതിന്റെ പേര് ഇതേ, അത് തന്നെയാണ് കേട്ടോ, അത് തന്നെയാണ് അതിന്റെ പേര്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്യാമറ ഓഫ് ചെയ്യാം. ഇനി ഞങ്ങൾ അടുത്ത് കണ്ടുപിടിക്കട്ടെ കേട്ടോ അല്ലേ. നേരത്തെ കണ്ട ഒരു എന്താ റാണി, ലാമ്പ് കമ്മല് മാല അതിനോടൊക്കെ ഉപമിച്ചില്ലേ, അതിന്റെ ഒരു ചുമന്ന കളർ നമുക്ക് കിട്ടി. അതിന്റെ ഒരുപാടില്ല ഇവിടെ അല്ലേ, ഒരു ചെടി മാത്രമേ കണ്ടുള്ളൂ. ചിലപ്പോൾ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോയി കാണുവേ. ഓഹ് എന്തൊരു മാല പോലെ, ഇങ്ങനെ കല്ലുമാല, മുത്തുമാല, റൂബി കളർ അല്ലേ? അതെ അതെ, റൂബി കളർ. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോണ വഴിക്കേ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പഴം അല്ലേ റാണി? ഇത് എന്താണെന്ന് മനസ്സിലാവില്ല, പേരും അറിയില്ല നാളും അറിയില്ല മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ. ഇത് നോക്കിയേ, ഇത് കഴിക്കാൻ പറ്റുന്നതാണോന്ന് അറിയില്ല കേട്ടോ. നമുക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം അല്ലേ. മുന്തിരിയോ ബ്ലൂബെറി ഒക്കെ പോലെ ഉണ്ട്. ആ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് നന്നായിട്ട്, കൊല പോലെ, നല്ല കളറും. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണല്ലേ റാണി? അതെ. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴേക്കും പിന്നെ ഒരു മഞ്ഞ. അപ്പൊ റാണി ചോദിക്കുക നമ്മുടെ UK-യിലെ ഏറ്റവും കൂടുതലുള്ളത് മഞ്ഞപ്പൂവാണോന്ന്. ഒരുപാട് മഞ്ഞപ്പൂക്കൾ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ബുഷ് പോലെ അല്ലേ? അതെ, ബുഷ് പോലെ ഇങ്ങനെ നിറയെ മഞ്ഞ. ഇതെല്ലാം മുട്ടുകളാ. ഇതെല്ലാം ഇങ്ങനെ ഒരു അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും നിറയെ ഇങ്ങനെ വിരിഞ്ഞു വരും. നമ്മുടെ മോഹൻലാല് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൊക്കെ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ. നമുക്കിത് ഇഷ്ടംപോലെ വണ്ടുകളുണ്ട് തേൻ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിനിയിപ്പം കൂടുതലൊന്നും പറയാനില്ല, കാരണം ഒരുപാട് വലിയ വീഡിയോ ആയിട്ടുണ്ട്. അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളോട് കൂടിയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്.